ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ഒരു സ്പൂൺ മല്ലിയില, ഒരു സ്പൂൺ പുതിനയില എന്നിവ നന്നായി ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്, പട്ട, ഏലക്ക, ചെറിയ ജീരകം, കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, മന്തി മസാല 1 ടീസ്പൂൺ അല്ലെങ്കിൽ അറബിക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെറിയ അളവിൽ റെഡ് ഫുഡ് കളർ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ചിക്കൻ എല്ലാത്തിനും മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഇനി ഈ ചിക്കൻ നമ്മൾ 1 മണിക്കൂറേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. റൈസിന് ആവശ്യമായിട്ടുള്ള 2 കപ്പ് സെല്ല ബസ്മതി റൈസ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം 1 മണിക്കൂർ ഈ അരി നമ്മൾ കുതിരാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ അരി ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം. അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഡ്രൈ ലെമണും ബാക്കി സ്പൈസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും 2 ടീസ്പൂൺ ഉപ്പ്, ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ അരിയും കുക്കായിട്ടുണ്ടാവും. ഈ ചിക്കനിൽ നിന്ന് നമ്മൾ ഓയിലും മസാലയും ലേശം എടുത്ത് മാറ്റി വെക്കണം. അരി പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് എടുത്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി കുക്കാവേണ്ട ആവശ്യമില്ല, ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ഓയിൽ ആൻഡ് മസാല മിക്സ് ഇതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. 2-3 പച്ചമുളക് ഇതിൻ്റെ മേലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇഷ്ടമാണെങ്കിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറും ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മേലെ ചാർക്കോൾ ബേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് സ്മോക്ക് ചെയ്തെടുക്കാം. ആവി പുറത്ത് പോകാത്ത വിധത്തിൽ 15-20 മിനിറ്റ്സ് ഇത് ക്ലോസ് ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. മന്തി ഈസ് റെഡി ടു ബി സെർവ്ഡ്. നല്ല ടേസ്റ്റാണ്. യു ഗൈസ് മസ്റ്റ് ട്രൈ ഇറ്റ്.